നമ്മുടെ കുട്ടികൾ അവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ചില കുട്ടികൾ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മറുപടി, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാനാവില്ല. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇതിങ്ങനെ ആയാൽ പിന്നെ അങ്ങനെ ആയാലും എന്താ കുഴപ്പം? അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ ആയത്? ഇതൊക്കെ ഇവിടെ നിന്നാണ്. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയേ ആവുള്ളൂ. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ പാടില്ല. അത് ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ധാർമ്മികത എന്ന സാധനം മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയമാണ് ആ കുട്ടിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. എപ്പോഴും ലോജിക്കാണ്, യുക്തികൾ മാത്രമാണ് മുന്നിൽ വരുന്നതെങ്കിൽ അവൻ്റെ ചിന്ത തലച്ചോറ് കൊണ്ട് മാത്രമാണ്. രണ്ടിലൂടെയുമുണ്ട്. പക്ഷേ ഇതിലേതിലൂടെയാണ് നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്? തലച്ചോറ് കൊണ്ടാണോ അതോ ഹൃദയം കൊണ്ടാണോ നമ്മുടെ മക്കൾ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആൻസർ വളരെ സിമ്പിളാണ്. രണ്ടുകൊണ്ടും ചിന്തിക്കണം. ഈ രണ്ടുകൊണ്ടും ചിന്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒറ്റ വിഷയമുള്ളൂ, അത് നമ്മുടെ ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലും വരുന്നൊരവസ്ഥ ഉണ്ടാവണം. ഈ ഒരു സിറ്റുവേഷനിലാണ് കുട്ടികൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറക്കി വിടാം. എവിടെയും ഇറക്കി വിടാം. ഏത് കോളേജിലും വിടാം, ഏത് സ്റ്റേറ്റിലും വിടാം, ഏത് രാജ്യത്തും വിടാം, എവിടെയും പഠിക്കാൻ വിടാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? അവരുടെ ചിന്ത മുന്നിൽ ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിലെ ചിന്ത സത്യമാണ്, തലച്ചോറിലെ ചിന്ത അവസരവാദപരമാണ്. രണ്ടുകൊണ്ടും ചിന്തിക്കാറുണ്ട്. രണ്ടും വേണം. ഹൃദയം മുന്നിലാവട്ടെ, തലച്ചോറ് പുറകെ വേണം. തലച്ചോറ് പുറകെ വേണം. അതില്ലാതാവാനും പാടില്ല. അതില്ലാതായി കഴിഞ്ഞാൽ അവർ ചൂഷണം ചെയ്യപ്പെടും. അപ്പോൾ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ചിന്തയ്ക്ക് കാരണമാകുന്ന ഏത് അവയവമാണ് നമ്മുടെ കുട്ടികളിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഹൃദയം മുന്നിലും തലച്ചോറ് പുറകിലുമുള്ള അവസ്ഥയിലേക്ക് കുട്ടികളെ നമുക്ക് വളർത്താനും ഇടപെടുത്താനും ഒക്കെ സാധിച്ചാൽ വലിയ റിസൾട്ട് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കുട്ടികൾ ഇന്ന് ധാർമ്മികത വിട്ടുള്ള യാത്രയിലാണ്. ആ പോക്ക് ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിനൊക്കെ കൃത്യമായ ലോജിക്കൽ റീസൺസ്, കൃത്യമായിട്ടുള്ള യുക്തിപരമായ മറുപടികൾ അവർ കണ്ടെത്തിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഇത് എനിക്ക് ഭ്രാന്തായതാണോ അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണെന്ന് ചോദിക്കും. അല്ലേ? ശരിയാണല്ലോ എൻ്റെ മോൻ പറയണത്, അവനിപ്പോൾ കഞ്ചാവ് വലിച്ച എന്താ കുഴപ്പം എന്ന് ചോദിച്ചു പോകും. അത്ര കൃത്യമായിട്ട് ലോജിക്ക് വെച്ച് സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ടീമൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഇവിടെ കുട്ടികളെ നിങ്ങൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ തലച്ചോറിനെ സംബന്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജനിച്ച കുട്ടി 2 വയസ്സ് എത്തുന്നതോടുകൂടി ജനിച്ച സമയത്തുള്ള തലച്ചോറിൻ്റെ വലിപ്പത്തിൻ്റെ ഇരട്ടി വലിപ്പം എത്തിയിട്ടുണ്ടാവും. ആ കുട്ടി 3 വയസ്സെത്തുന്നതോടുകൂടി പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പത്തിൻ്റെ 80% എത്തിയിട്ടുണ്ടാവും. ആ കുട്ടി 5 വയസ്സാകുന്നതോടുകൂടി പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 90% വലിപ്പം ആ കുട്ടിയുടെ തലച്ചോറിനായിട്ടുണ്ടാവും. ബാക്കി 10% തീരുന്നത് പിന്നീട് അങ്ങോട്ട് 15 വർഷം എടുത്തിട്ടാണ്. 18 മുതൽ 20 വയസ്സ് വരെ എത്തും തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാവാൻ. അങ്ങനെ പൂർത്തിയാക്കപ്പെടുന്ന തലച്ചോറിൻ്റെ ഫ്രണ്ടിലൊരു ഭാഗമുണ്ട്. അതിനെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ് വിളിക്കുക. ഈ ഭാഗം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇതിൻ്റെ വളർച്ച പൂർത്തിയാകണമെങ്കിൽ 25 വയസ്സെടുക്കും. മനസ്സിലാണ്ടല്ലോ? കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിനൊക്കെ ഗൗരവം പറഞ്ഞവന് തിരിയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തൽ പരിഹാരമില്ലെന്ന് പറയാൻ കാരണം കുറേയൊക്കെ നമ്മൾ ഇവരെ മനസ്സിലാക്കണം. ബൈക്ക് ഓടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ, വേഗത കുറയാൻ അത് വേണം എന്നതുപോലെ കുട്ടികളിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നറിയപ്പെടുന്ന ഏരിയ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ സമയം, ചുരുങ്ങിയത് 25 വയസ്സെടുക്കും. 25 വയസ്സിന് താഴെ അവർ ഒറ്റക്കെടുക്കുന്ന ഏതു തീരുമാനവും ഭീമാബദ്ധങ്ങളായിരിക്കും. അവിടെ നമുക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് വേണം, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വേണം, സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ ഇടപെടാൻ പറ്റിയവരുടെ സപ്പോർട്ട് വേണം. അതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് അവരെന്ത് തീരുമാനം എടുത്താലും അത് അബദ്ധമായിരിക്കും. അത് പഠനമാണെങ്കിലും വിവാഹമാണെങ്കിലും അല്ലേ, ബന്ധങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. സ്വന്തം തീരുമാനത്തിന് കുട്ടികൾ പോയാൽ 25 വയസ്സ് വരെ അബദ്ധമായിരിക്കും. 25 വയസ്സ് വരെ സമയമെടുക്കും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യാൻ. വളരെ മനോഹരമായ സ്റ്റഡിയാണ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്താണ്? സെൽഫ് മോണിറ്ററിങ് റീസണിങ്, അതായത് കാര്യകാരണങ്ങൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കൽ. അത് ഈ ഭാഗമാണ്. സെൽഫ് മോണിറ്ററിങ്, എനിക്കിപ്പോൾ എന്ത് കുഴപ്പമുണ്ടല്ലോ, എനിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? ഞാനിവിടെ ഒരു പടം കാണിച്ചു തരാം. ചില കുട്ടികളുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അവരുടെയൊക്കെ ധാരണ ഇത് വലിയ സംഭവമാണെന്നാണ്. അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറാറുണ്ട്.
അങ്ങനെയുണ്ട്. പൈനാപ്പിളിൻ്റെ തലയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാനല്ലേ. അല്ല, അവനെ സംബന്ധിച്ചത് വലിയ സംഭവമാണ്. എന്നെ 10 ആൾ കാണണം, നോക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് അവനങ്ങ് മനസ്സിലാക്കുകയാണ്. ഇത് എന്തൊരു വൃത്തികേടാണ്, ഞാനിങ്ങനെ കാണിച്ച് നടക്കാൻ പാടില്ലല്ലോ എന്ന് ഇവനെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടത് എന്താണ്? പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 25 വയസ്സെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളുമായി ചർച്ചകൾ നടത്തണം. കുട്ടികളെ കൂട്ടുകാരെ പോലെ കാണേണ്ട സമയം 14 വയസ്സാണ്. 7 വയസ്സ് വരെയും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പൊൻപുഷ്പങ്ങളായിരിക്കണം. പൊന്നുകൊണ്ടൊരു പുഷ്പം ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുനടക്കുക? നമ്മൾ എതിൽ പൊഴിയാതെ കൊണ്ടുനടക്കും, പൊന്നാണല്ലോ. പിന്നെ അങ്ങോട്ട് അത് ചോദ്യങ്ങൾ ചോദിക്കും, മറുപടി പറയും, പിന്നെയും ചോദിക്കും, പിന്നെയും പറയും, പറഞ്ഞ് മടുക്കും. ഇങ്ങനെ കൊണ്ടു നടക്കണം 7 വയസ്സ് വരെ. 7 വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് 14 വയസ്സ് വരെയും മക്കൾ നമുക്ക് സേവകരായിരിക്കണം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിക്കണം. മോനെ വാപ്പയുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്തുക, മോളെ വാപ്പ കുറേ ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോവാ, ഷർട്ട് നയം ചെയ്തുക. 14 വയസ്സ് വരെയും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിക്കുകയും അത് ചെയ്ത് കഴിയുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവരെ അഭിനന്ദിക്കണം. അതിന് വിളിച്ച് ഒന്നും സംസാരിക്കണമെന്നില്ല, ഗസ്റ്റേഴ്സ് മതി, ആംഗ്യങ്ങൾ മതി. നൈസ്. ഈ സാധനമൊക്കെ പിന്നെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മാത്രം പോരാ, ലൈഫിലും വേണം. കുട്ടികൾക്ക് കൊടുക്കണം. നൈസ്, സൂപ്പർ, വെൽ ഡൺ, ഗുഡ് ജോബ്. ഇതൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ആവേശമാണ്. 14 വയസ്സ് വരെ അങ്ങനെ കൊണ്ട് നടക്കണം. ഈ അപ്രീസിയേഷന് 2 തലമുണ്ട്. ഒന്ന് പബ്ലിക് അപ്രീസിയേഷൻ, മറ്റൊന്ന് ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷൻ. പബ്ലിക് അപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ നല്ല കാര്യങ്ങളെയൊക്കെ പബ്ലിക്കായിട്ട് തന്നെ പറയാം, 10 ആളുടെ മുന്നിൽ വെച്ച് പറയാം. അത് കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിന് മാർക്ക് ഷീറ്റ് വന്നപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിട്ട് ചിത്രം വരയ്ക്കും, ആളതിനൊക്കെ നല്ല ഉഷാറാണ്. അല്ലെങ്കിൽ വീട്ടിലൊക്കെ നല്ല ഇപ്പോൾ പിന്നെ വൈഫിനെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ അവർ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. പുറത്ത് പോയാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പബ്ലിക്കലി പറയാം. അതേസമയമോ നമുക്കെന്താ സംഭവിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ കുട്ടി SLC പരീക്ഷയും കഴിഞ്ഞ് എല്ലാ വിഷയത്തിനും A+ഉമായിട്ട് നിൽക്കുമ്പോഴേക്കും കുട്ടിയും ഫാദറും കൂടി നമ്മുടെ വീട്ടിലോട്ട് കയറി വരികയാണ്. അറിഞ്ഞില്ലേ മോനെ എല്ലാ വിഷയത്തിനും A+ ഉണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ എല്ലാത്തിനും A+ ഉണ്ടല്ലേ, ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ അല്ലേ, ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ. ഇതങ്ങോട്ട് കേൾക്കുന്നതോട് കൂടിയിട്ട് ഇവൻ ഈ കൂട്ടുകാരൻ വന്നപ്പോഴേക്ക് ഓടി വന്നവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും. തീർന്ന് ഇനിയിപ്പോൾ അങ്ങ് പോയാൽ ശരിയാവില്ല, ഷോർട്ട് സർക്യൂട്ട് ആവും, നേരെ തിരിച്ചു പോകും. അവൻ അങ്ങനെ അപഹർഷത ബോധത്തിലേക്ക് ഒതുങ്ങും. 14 വയസ്സുവരെയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുക, ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അപ്രീസിയേഷൻ്റെ പേരാണ് ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷൻ. അതായത് അവനെപ്പറ്റി നല്ല കാര്യങ്ങൾ അവൻ കേൾക്കെ, എന്നാൽ അവൻ കേൾക്കാനാണെന്ന് തോന്നാതെ മറ്റൊരാളോട് പറയുക. ആവർത്തിക്കാം, 14 വയസ്സ് വരെ സമയമുള്ളൂ. അവനെപ്പറ്റി നല്ല കാര്യങ്ങൾ അവൻ കേൾക്കെ, അവൻ കേൾക്കാനാണെന്ന് തോന്നാതെ മറ്റൊരാളോട് പറയാം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചർച്ച ചെയ്യാം. അവൻ ആൾ നല്ല ഉഷാറാണ്, കാര്യം ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ നല്ല ആത്മാർത്ഥതയുണ്ട്, നല്ല സ്നേഹമുണ്ട് കുടുംബത്തോട്, അവനങ്ങനെ വഴി തെറ്റി പോകുന്നില്ല, ഉറപ്പാണ്. ഇതൊക്കെ വെറുതെ അവൻ കേൾക്കാൻ വേണ്ടി പറയാം. അവൻ കേൾക്കണം എന്നാൽ അവൻ കേൾക്കാനും തോന്നാൻ പാടില്ല. ഇതാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് പിള്ളേരായിട്ടോ നല്ല പ്രശ്നം, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കുട്ടികളായിട്ടോ നല്ല പ്രശ്നം അതാണ്. ഇനിയിപ്പോൾ നാളെ പറഞ്ഞിട്ട് നിങ്ങൾ അവൻ കേൾക്കാണ്ട് അവനുണ്ടെന്നില്ല അറിയില്ലാതെ പറഞ്ഞാലും പറയും ഇതിപ്പോൾ നമ്മൾ കേൾക്കാൻ വേണ്ടി പറയാമെന്ന് പറയും. അത് വേറെ വിഷയം. സ്ട്രാറ്റജി നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ സംഭവം ഇങ്ങനെയാണ്. ദറ്റ് ഈസ് കോൾഡ് ഡിപ്ലോമാറ്റിക് അപ്രീസിയേഷൻ. ആദ്യം പറഞ്ഞത് പബ്ലിക് അപ്രീസിയേഷൻ. 14 വയസ്സ് കഴിഞ്ഞില്ല. 14-ാമത്തെ വയസ്സിൽ മക്കൾ നിങ്ങൾക്ക് സുഹൃത്തായിരിക്കണം. അതിൻ്റെ അർത്ഥം കുട്ടിയുടെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ നടക്കണം എന്നല്ല. 14-ാമത്തെ വയസ്സു മുതൽ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. അതാണത്. അഭിപ്രായങ്ങൾ ചോദിക്കണം. അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എന്നോട് അതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ചില മറുപടികൾ പറയും, ഇത് കേൾക്കുമ്പോൾ കൊള്ളാലോ, ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അടുത്ത ചോദ്യം വരുമെന്ന് കരുതിയിട്ട് അവൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂടും. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കും. അവൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂടും, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ പോസിറ്റീവായി ഇട്ട് കൊടുക്കണം. ചെറിയ പ്രായം മുതലേ പറഞ്ഞു വരുന്നത്. കാരണം എന്തറിയോ, 9-ാമത്തെ വയസ്സ് മുതലേ കഞ്ചാവ് ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ സയൻസ് പറയുന്നു 14-ാമത്തെ വയസ്സ് വരെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾക്കൊട്ടും സമയം വൈകിട്ടില്ല. ഈ 14-ാമത്തെ വയസ്സ് മുതൽ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോനെ നമുക്ക് നാളെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്, ട്രിവാൻഡ്രം പോകുമ്പോൾ എങ്ങനെ പോകേണ്ടത്, കാറിന് പോകണോ ബസ്സിന് പോകണോ ട്രെയിന് പോകണോ, എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോൾ കുട്ടി ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഇങ്ങനെ പോവാം അങ്ങനെ പോവാം.
അല്ല അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകണ വഴിക്ക് ഇന്ന സ്ഥലത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ കയറാം, അവിടെ ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ ഇന്ന് കുട്ടി ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ, വീട് പണിയുന്ന സമയത്ത് കട്ടില വെക്കുന്ന സമയത്ത് ഈ ജനൽ എവിടെ വെക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡോറിൻ്റെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നായിരിക്കും. കുട്ടി ചിലപ്പം മേളിൽ വെക്കുക, അപ്പം നല്ല ലൈറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ അബദ്ധവും പറയും. പറഞ്ഞോട്ടെ, അത് പറഞ്ഞോട്ടെ, അപ്പോൾ തന്നെ കളിയാക്കുകയല്ല, എടാ അത് മുകളിൽ വെച്ചാൽ ഇതിങ്ങനെ തുറക്കിറക്കുകയൊക്കെ ചെയ്യണ്ടേ, അത് ആര് കയറും, എൻ്റെ മുകളിൽ ഏണിയിട്ട് കയറാൻ പറ്റുമോ, അത് ശരിയാണല്ലോ എന്ന് പോലും തീരെ ബുദ്ധിയില്ലാത്ത കുട്ടിയാണെങ്കിലും ഇങ്ങനെ പറയാം. അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അത്ഭുതകരമായി അവരിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയോ? പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യും. 25 എന്നുള്ളത് 22 കുറഞ്ഞു കിട്ടും, 20 കുറഞ്ഞു കിട്ടും, ഒരു 18 കിട്ടിയാലോ സക്സസ് ആയി. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, 18 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ, സംസാരം പക്വത 25 വയസ്സിൻ്റെ പക്വതയാണ്. കാരണം എന്താ? കൃത്യമായി പാരൻസ് കുട്ടികളെ വേണ്ട കാര്യങ്ങളിൽ ഇടപെടിക്കലാണ്, അഭിപ്രായങ്ങൾ ചോദിക്കലാണ്, അവനെക്കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടെന്ന് അവനെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കലാണ്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അത്ഭുതകരമായി പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്.